എന്തിനാണ് ന്യൂട്രിചാർജ് വുമൺ? ന്യൂട്രിചാർജ് വുമൺ എന്ത് ചെയ്യും? ന്യൂട്രിചാർജ് വുമൺ യൂസ് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഒരാൾ ഓടി വരും, മാഡം വരും, എന്തിനാ ന്യൂട്രിചാർജ് വുമൺ യൂസ് ചെയ്ത് എന്ത് റിസൾട്ട് കിട്ടിയെന്ന് പറഞ്ഞു കൊടുക്കും. ഒറ്റവാക്കിൽ പറഞ്ഞാല് ഇന്നിവിടെ ഞാൻ നിൽക്കാൻ കാരണം ന്യൂട്രിചാർജ് വുമൺ ആണ്. കാരണം അത്രമാത്രം അനീമിക് ആയിരുന്നു ഞാൻ. ഇപ്പോ എന്റെ HP ലെവല് 13.5 ആണ്. നേരത്തെ 9.2 ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു സർ. ഓക്കെ, അപ്പൊ HP കൂട്ടാൻ വേണ്ടിട്ട് നമ്മൾ ബോംബെ പോകേണ്ട ആവശ്യമുണ്ടോ? HP മാത്രം മതിയോ? എന്താണ് മാഡം റിസൾട്ട് കിട്ടിയത്? ആർക്കാണ് റിസൾട്ട് കിട്ടിയത്? ന്യൂട്രിചാർജ് വുമൺ യൂസ് ചെയ്ത് ആർക്കെങ്കിലും റിസൾട്ട് കിട്ടിയ ഒരാൾ ഒരു പോയിന്റ് വേറെ HP കൂടാതെ എന്തെങ്കിലും പറയാനുണ്ട് ആർക്കെങ്കിലും? എനിത്തിങ് പറയൂ മാഡം, എന്ത് റിസൾട്ടാ കിട്ടിയത്? ഞാൻ എനീമിക് ആയിരുന്നു. യൂട്രസിന് പ്രോബ്ലം ഉണ്ടായിരുന്നു. അതുകൊണ്ട് കൺസിസ്റ്റന്റ് ആയിട്ട് എനിക്ക് ഓവർ ബ്ലീഡിങ് ആയിരുന്നു. അതുകൊണ്ട് അത് കംപ്ലീറ്റ് ആയിട്ട് നീക്കാൻ സാധിച്ചു. താങ്ക് യു. നല്ല കൈയടി ആയിക്കോട്ടെ. അപ്പൊ നമ്മള് ന്യൂട്രിചാർജ് വുമൺ പ്രൊമോട്ട് ചെയ്യുന്നത് വഴി ബോംബെ പോവുക എന്നുള്ള ഒരു ടാർഗറ്റ് മാത്രമല്ല, അതുവഴി നമ്മളുടെ ഇടയിലുള്ള ലേഡീസിന് നല്ല രീതിയിലുള്ള ആരോഗ്യം. HP കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? HP കുറഞ്ഞാൽ എന്താ പ്രോബ്ലം? അവർക്ക് ടയർഡ്നെസ് ഫീൽ ചെയ്യും, അല്ലേ? നമ്മുടെ ഡോക്ടർ രാജൻ സർ പറയാറുണ്ട്, വയ്യ 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 എന്നുള്ളതാണ് ഇന്ന് കേരളത്തിലെ മന്ത്രം. എല്ലാ ലേഡീസും പറയുന്ന ഒരു മന്ത്രം എന്താണ്? അയ്യോ വയ്യ. അത് മാറിയിട്ട് ഒരു ഉണർവോട് കൂടി വരാൻ വേണ്ടി ന്യൂട്രിചാർജ് വുമൺ ഹെൽപ്പ് ചെയ്യും. കാരണം അവരുടെ HP കൂടുന്നു, 9 നിന്നും 13.5 എത്തി. അതേപോലെ PCOD റിലേറ്റഡ് ഇഷ്യൂസ്, യൂട്രസിലുള്ള ഫൈബ്രോയിഡ്സ്, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓവർ ബ്ലീഡിങ് തുടങ്ങി ഈ മെൻസ്ട്രൽ ക്രാംസ്, മൂഡ് സ്വിങ്സ്, ഇങ്ങനെ എല്ലാത്തിനും ഒരു സിംഗിൾ സ്പോട്ട് സൊല്യൂഷൻ ആണ് ന്യൂട്രിചാർജ് വുമൺ. ഒന്നും കൂടി പറയും, ന്യൂട്രിചാർജ് വുമൺ. അപ്പൊ അത് പ്രൊമോട്ട് ചെയ്യുക വഴി ഈ മാസം 10 ലേഡീസിന് ന്യൂട്രിചാർജ് വുമൺ കൊടുക്കുക. വീട്ടിൽ 2 വെച്ചാൽ 8 പേർക്ക് കൊടുത്താൽ മതി. അങ്ങനെ കൊടുക്കുന്നത് വഴി ഒരു വീട്ടിൽ അമ്മയും മകളും ഉണ്ടെങ്കിൽ ആ വീട്ടിൽ 2 ന്യൂട്രിചാർജ് വുമൺ കൊടുക്കാം. കണ്ടമാനം HP കുറവാണെങ്കിൽ രാവിലെ ഒരു ന്യൂട്രിചാർജ് വുമൺ, രാത്രി ഒരു ന്യൂട്രിചാർജ് വുമൺ കഴിക്കാൻ പറയാം, ഡബിൾ ഡോസിൽ ആദ്യത്തെ ഒരു മാസം. അങ്ങനെ ഒരു 3, 4, 5, 6 മാസം റെഗുലർ ആയിട്ട് കൺസ്യൂം ചെയ്യാൻ പറയാം. അപ്പൊ 6 മാസം കഴിഞ്ഞാൽ പിന്നെ ഉപയോഗിക്കണ്ടേ എന്ന് ചോദിക്കുന്നുണ്ടാവും, അല്ലെ? അത് പണ്ടാരോ പറയല്ലോ, ഈ കടം വാങ്ങലും കൊടുക്കലും ഒക്കെ. അപ്പൊ ഈ കടം വാങ്ങലും കൊടുക്കലും ഒക്കെ അതൊരു വലിയ പ്രയാസമല്ല, അതിങ്ങനെ വാങ്ങി പിന്നെ അതൊരു ശീലമായിക്കോളും എന്ന് പറഞ്ഞ പോലെ ഈ ന്യൂട്രിചാർജ് വുമൺ വാങ്ങുകയും ഉപയോഗിക്കുകയും നിരന്തരമായിട്ട് ഒരു 4, 5 മാസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യും. പിന്നെ അതൊരു ശീലമായി മാറി പിന്നീട് അതങ്ങനെ തുടർന്നോളും. അപ്പൊ ഒരു 4-5 മാസം യൂസ് ചെയ്യാൻ പറയും. ഇത് ലൈഫ് ടൈം യൂസ് ചെയ്യണമെന്നും പോയി അടിച്ചേക്കരുത്, പിന്നെ ഒരു മാസം പോലും വാങ്ങൂല. എന്താ പറയേണ്ടത്? ഒരു 3-4 മാസം റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാൻ പറയാം. അപ്പൊ അത് മതിയോ എന്ന് ചോദിച്ചാൽ തൽക്കാലം അത് മതി എന്ന് പറയും. നമ്മൾ ഓവറായിട്ട് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത്, റൈറ്റ്? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബോംബെയിലെത്താം. ഇങ്ങനെയുള്ള പ്രോഗ്രാമുകൾ നമുക്ക് വലിയ ഐ ഓപ്പണിംഗ് സെഷൻസ് ആയിരിക്കും. ആയിരക്കണക്കിന് ആളുകൾ ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നും ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വരും. ഓക്കെ, ഹലോ, റൈറ്റ്. അപ്പൊ നമുക്ക് RCM നന്നായിട്ട് ചെയ്യാൻ സാധിക്കും? ചെയ്യണം. RCM ചെയ്യണമെന്നുണ്ടെങ്കിൽ ടീം ബിൽഡിംഗ് വഴി നമുക്ക് ഒരു ഹെൽപ്പിംഗ് അതേഴ്സ് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതേപോലെ നമ്മളെ മെന്റൽ സ്ട്രെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ഡിപ്രസ്ഡ് ആവാതിരിക്കണം. നെഗറ്റീവായി പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ടീം ബിൽഡ് ചെയ്യാൻ പറ്റില്ല. പലതരത്തിലുള്ള ഇഷ്യൂസ് നമ്മൾ ടീം ബിൽഡ് ചെയ്യുന്ന സമയത്ത് വരുമല്ലോ, വരും. പല തരത്തിലുള്ള ഇഷ്യൂസ് വരും. ടീമിലുള്ള ആളുകളെ ചിലപ്പോൾ മറ്റുള്ളവർ പിടിച്ചു മാറ്റിന്ന് വരും. ഡിപ്രസ് ആവേണ്ട ആവശ്യം, ഇത് ഈ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. എത്ര പോലീസ് സ്റ്റേഷനും കോടതിയും ഉണ്ടെങ്കിലും ക്രിമിനൽസിന് വല്ല കുറവുണ്ടോ? ഹലോ, ഉണ്ടോ? ക്രൈം ചെയ്യുന്ന ആളുകൾക്ക് ക്രൈം ചെയ്യും. ആ ക്രൈം ചെയ്യുന്ന ആളുകളോട് പോയി ചോദിച്ചാൽ അവർ പറയും ഞാൻ ചെയ്തത് തെറ്റാന്ന്. അവർക്കറിയാം, അല്ലെ? സിഗരറ്റ് വലിച്ച് വിടുന്ന ഒരാള് ഒരു ദിവസം ലങ്സ് എല്ലാം കൂടി ബ്ലോക്കായി, ചോക്കായി ഡോക്ടർ എത്തിയെന്ന്. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ സിഗരറ്റ് വലിച്ച് ഇനി ഒരെണ്ണം കൂടി വലിച്ചാൽ നീ തട്ടിപ്പോകും.
അപ്പൊ ഇയാൾ പറയാണ്, എനിക്ക് ഇങ്ങനെ ഈ സിഗരറ്റ് വലിച്ചാൽ ലങ്സ് ചോക്കാവുന്ന ഞാൻ നേരത്തെ അറിഞ്ഞത് ഞാൻ വലിക്കൂലായിരുന്നു എന്നാ അയാൾ പറയോ? ഹലോ, പറയോ? ഇല്ല, അയാൾക്ക് അറിയാത്തതല്ല, അയാൾക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നതാ. അതുപോലെ ഒരു ടീമിൽ നിന്നും മറ്റൊരു ടീമിലേക്ക് മറിക്കുന്ന ആളുകൾക്കറിയാം അത് ചെയ്യാൻ പാടില്ല. കയ്യടിക്കൊരു പോസ്റ്റ് പോരല്ലോ. നിങ്ങളൊന്നും ടീമിൽ നിന്ന് ആൾക്കാരൊന്നും പോയിട്ടില്ലേ? സ്വന്തം ടീമിൽ നിന്ന് ആളുകൾ അങ്ങനെ മറിഞ്ഞു പോയിട്ടുള്ള ആളുകളൊക്കെ ഒരു നല്ല കയ്യടി അടിച്ചു. അപ്പൊ ഇത് ചെയ്യുന്ന ആളുകൾക്ക് ഇത് തെറ്റാണെന്ന് അറിയാത്തത് കൊണ്ട് ചെയ്യുന്നതല്ല, അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്യുന്നത്. റൈറ്റ്, അത് ഈ സിസ്റ്റത്തിന്റെ ഒരു പാർട്ടാണ്. നമ്മൾ എങ്ങനെ ആയിരിക്കണം? വി ഷുഡ് ബി മെന്റലി സ്ട്രോങ്. ഇതെല്ലാം ഫേസ് ചെയ്യാനുള്ള ഒരു മെന്റൽ പവർ നമുക്ക് ഉണ്ടാവണം. എന്നാൽ മാത്രമേ ഈ പോയ ആൾക്കാർ പോയ പോലെ തന്നെ തിരിച്ചു വരും. പോയ സ്ഥലത്ത് ശരിയില്ല എന്നുള്ളവർക്ക് പിന്നീട് മനസ്സിലായിക്കോളും. ഇഷ്ടം പോലെ ആൾക്കാർ വരും. പോയ ആൾക്കാർ പോയതിനേക്കാളും വേഗത്തിൽ തിരിച്ചു വരും. പണ്ട് ഞാനൊരു സ്റ്റോറി പറയാറില്ലേ, ഒരു വലിയൊരു പൈസ പണക്കാരൻ ഒരു കാർ, അദ്ദേഹത്തിന്റെ വലിയ കാർ ഓടിച്ചു വരുന്ന സമയത്ത് റോഡ് സൈഡിൽ പുല്ല് തിന്ന കഥ. കുറെ പാവങ്ങള് റോഡ് സൈഡിൽ പുല്ല് തിന്നോണ്ടിരിക്കുന്നു. അപ്പോൾ കാർ നിർത്തിയിട്ട് വന്ന്, നിങ്ങളെന്താ ഈ പുല്ല് തിന്നുന്നോ ചോദിച്ചു. അവറിന് വിശക്കുന്നു, കുറെ നാളായി ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും കിട്ടാനില്ല, അതുകൊണ്ട് പുല്ല് തിന്നാം പറഞ്ഞു. എല്ലാവരും വണ്ടി കയറും. ഞാനിവിടെ ഉള്ള സമയത്ത് നിങ്ങൾ റോഡ് സൈഡിൽ പുല്ല് തിന്നാൻ പറഞ്ഞില്ല, എല്ലാവരും വണ്ടി കയറ്റാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരെയും വണ്ടിയിൽ കയറ്റി. അവർ പറഞ്ഞു, ഒരാൾ പറഞ്ഞു എന്റെ അച്ഛനും അമ്മയും വീട്ടിൽ നിന്ന്, അവരെ വിളിച്ചോളാൻ പറഞ്ഞു. എല്ലാവരും വിളിച്ച് കയറ്റി ആ വലിയ വണ്ടിയിലിട്ട് അങ്ങനെ പോവാണ്. പോകുന്ന വഴിക്ക് അതിനകത്തുള്ള ഒരു സീനിയർ മെമ്പർ പറഞ്ഞു, എത്ര നല്ലൊരു മനുഷ്യൻ, നിങ്ങളെ മാതിരിയുള്ള ആൾക്കാരൊക്കെ ഈ നാട്ടിലുണ്ടെങ്കിൽ ഞങ്ങൾ ഈ റോഡ് സൈഡിൽ പുല്ലിടേണ്ട ആവശ്യമുണ്ടോ? പറഞ്ഞു, ശരിയാണ്, എന്റെ വീട്ടിന് ചുറ്റും വലിയ വലിയ പുല്ലുണ്ട്, നിങ്ങൾക്ക് അവിടെ തിന്നാലോ. അവരെ രക്ഷിക്കാൻ വേണ്ടി കൊണ്ടുപോയതല്ല, അയാളെ വീട്ടിന്റെ ചുറ്റുമുള്ള പുല്ല് തീറ്റിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകും. അതുപോലെ നിങ്ങളുടെ ടീമിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ വേറെ ടീമിലേക്ക് മറിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ സ്ഥലത്ത് പുല്ല് തീറ്റിക്കാൻ കൊണ്ടുപോകുന്നതാണെന്ന് മനസ്സിലാക്കിക്കൊള്ളാം. മാറണമെന്നുണ്ടെങ്കിൽ മാറുന്നത് ആലോചിച്ച് മാത്രം മാറുക. അവിടെയും ഇഷ്ടം പോലെ പുല്ലുണ്ടാവും തിന്നാൻ. എന്തായാലും പുല്ല് തിന്നാതെ എന്ത് വരില്ല? പീഴി വരില്ല. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ പുല്ല് തിന്നേണ്ടി വരും. ഉള്ള സ്ഥലത്ത് തന്നെ പുല്ല് തിന്ന് ജീവിക്കും. റൈറ്റ്? വേറെ ആരുടെങ്കിലും ഒക്കെ പറമ്പ് പോയിട്ട് പുല്ല് തിന്ന് മറ്റുള്ളവരുടെ വീട്ടിന്റെ ചുറ്റുവട്ടത്തുള്ള പുല്ല് ക്ലിയർ ചെയ്യാൻ നോക്കണ്ട. ക്ലിയർ ആയില്ലേ? അത് റെഡി? ശരിയാണോ? AC ഓഫ് ചെയ്തു. അതുകൊണ്ട് അടുത്ത പ്രോഗ്രാം അടുത്ത പ്രാവശ്യം കാണാമെന്ന് പറയുന്നു. ഈ പ്രോഗ്രാം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ വേണുഗോപാൽ സാറിനെ